ദൈവത്തിന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊല്ലണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിനെ സഹായിക്കാൻ വേണ്ടി കുറേ പേരെ കൊന്നുകൊടുത്താൽ ദൈവത്തിന് സന്തോഷമാകും എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ വഴിയെ പോകുന്നവരെയൊക്കെ പിടിച്ച് ബലി കൊടുക്കുന്നത്. ഇപ്പോൾ നിധി കിട്ടും, നിങ്ങൾ കുറേ പേരെ ബലി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഈ നിധിയെന്ന് കേൾക്കുമ്പോൾ അവരങ്ങ് ഇളകിപ്പോകും. സ്വന്തം ലൈംഗിക കഴിവിലുള്ള വിശ്വാസക്കുറവ്, അതുമായിട്ട് ബന്ധപ്പെട്ട അപകർഷത, അത് തീർക്കുന്നത് ഈ ബലപ്രയോഗത്തിലൂടെ. പിന്നെ ഇതിന് അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുങ്ങിയിട്ട് അല്ലേ തിരിച്ചു വരാൻ നോക്കുകയുള്ളൂ. അയാളൊരു സെക്സ് പെർവേർട്ടാണ്. പിന്നെ സാഡിസമുണ്ട്. ഈ വളരെ പണ്ട് തൊട്ടേ ഒരു വിശ്വാസമുള്ളത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഏബ്രഹാം ഇസഹാക്കിനെ ബലി കൊടുക്കാൻ തയ്യാറായി. അപ്പോൾ ഇതിനകത്തൊരു വലിയ തത്വമുള്ളത്, നമ്മുടെ സ്വാർത്ഥത അവസാനിപ്പിക്കുക. അപ്പോൾ നമുക്ക് പ്രപഞ്ച സത്യവുമായിട്ട് ഒരു ബന്ധം കിട്ടും. അതുകൊണ്ട് നമ്മളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് നമ്മൾ ബലി കൊടുക്കുക, സമർപ്പിക്കുക. ഈ ബലി കൊടുക്കുക എന്ന് പറയുമ്പോൾ ജീവനുള്ള ഒന്നിനെ കൊടുക്കുമ്പോഴാണ് ബലിയെന്ന് വരുന്നത്, അല്ലെങ്കിൽ അതൊരു സമർപ്പണമാണ്. അപ്പോൾ ഏബ്രഹാം സ്വന്തം മകനെയാണ് ബലി കൊടുക്കാൻ തയ്യാറായത്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു. അതിനെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി. ഇതിനേക്കാളും അപ്പുറത്തൊരു ബലിയുണ്ട്. അതാണ് നമ്മുടെ സ്വന്തം അഹങ്കാരത്തിനെ നമ്മൾ സമർപ്പിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ത്യാഗം, അതാണ് യഥാർത്ഥത്തിലുള്ള ബലി. നമ്മുടെ ഈഗോ അല്ലെങ്കിൽ അഹങ്കാരത്തിനെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ നമുക്ക് ആ പ്രപഞ്ച ബോധവുമായിട്ട് കണക്ഷൻ ഉണ്ടാകും. ബലിയെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതായത് ഈ മനുഷ്യർ ഒരുപാട് പേര് രോഗം പിടിച്ചും അപകടങ്ങളിലൊക്കെ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊല്ലണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിനെ സഹായിക്കാൻ വേണ്ടി കുറേ പേരെ കൊന്നുകൊടുത്താൽ ദൈവത്തിന് സന്തോഷമാകും എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ വഴിയെ പോകുന്നവരെയൊക്കെ പിടിച്ച് ബലി കൊടുക്കുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ താത്വികമായിട്ട് ഒരു ഗുണവും കിട്ടുകയില്ലെന്ന് മാത്രമല്ല, ഇവരുടെ ശാപവും കൂടെ നമുക്ക് കിട്ടും. നമ്മളെ മൃഗത്തിനായാലും മനുഷ്യനായാലും പിടിച്ച് ദൈവത്തിന് ബലി കൊടുക്കുമ്പോൾ, ഒന്നാമത് ദൈവം അങ്ങനെ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അയാളുടെ ക്രിയേഷനാണല്ലോ. അയാളുടെ ക്രിയേഷനെ നമ്മൾ കൊന്നൊടുക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനും വഴിയില്ല. പിന്നെ ഈ കൊല്ലുന്ന മൃഗമോ മനുഷ്യനോ നമ്മളെ ശപിക്കാനും തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. നമ്മളെന്തെങ്കിലും പറഞ്ഞ് കളിപ്പിച്ചാണല്ലോ ഇവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരെ ചതിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ശാപവും നമ്മുടെ തലയിൽ വരികയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മളെ തന്നെയാണ് അൾട്ടിമേറ്റായിട്ട് വാസ്തവത്തിൽ ബലി കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ ബലി കൊടുക്കാം. ഇപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? കാറോ റെഫ്രിജറേറ്ററോ. പല മനുഷ്യർക്കും അത്യാഗ്രഹങ്ങളുണ്ട്, ദുരാഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ നിധി കിട്ടും, നിങ്ങൾ കുറേ പേരെ ബലി കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഈ നിധിയെന്ന് കേൾക്കുമ്പോൾ അവരങ്ങ് ഇളകിപ്പോവും. അതിനുവേണ്ടി എന്തും ചെയ്യും. ഇതിന് പ്രേരിപ്പിക്കുന്ന ആൾ ചിലപ്പോൾ വെറും ഒരു സാഡിസ്റ്റായിരിക്കും. അയാൾക്ക് ആളുകളെ കൊല്ലുന്നതിൽ അയാൾ രസം കണ്ടെത്തുന്നുണ്ടായിരിക്കാം. അയാളുടെ സാഡിസം കൊണ്ടായിരിക്കാം അയാൾ ഇങ്ങനെയുള്ള ഇതിലേക്കൊക്കെ തിരിയുന്നത്. ഈ സാഡിസത്തിൻ്റെ കൂടെ ഉള്ളതാണ് സെക്ഷുവൽ പെർവേർഷൻ. ഇത് രണ്ടും വളരെ ക്ലോസാണ്. അതായത് സ്വന്തം ലൈംഗിക കഴിവിലുള്ള വിശ്വാസക്കുറവ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അപകർഷത, അത് തീർക്കുന്നത് ഈ ബലപ്രയോഗത്തിലൂടെയാണ്. അങ്ങനെയാണ് ഈ സാഡിസം
സെക്ഷുവലായിട്ട് മാറുന്നു. മിക്ക സാഡിസ്റ്റുകൾക്കും ഇതുപോലെ ഒരു അക്രമാസക്തി കലർന്ന ലൈംഗിക താല്പര്യം കാണും. അത് ഇയാൾക്കൊരു പെർസ്വേസീവ് പവർ കാണും. ഇയാൾ ഇങ്ങനെ ഇയാളുടെ സ്ഥിരം തൊഴിലല്ലേ, ഓരോരുത്തരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെയൊക്കെ ചൂഷണം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ദുരാഗ്രഹം ഷാഫി മനസ്സിലാക്കി അത് ഇയാൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അങ്ങനെയാണ് ഇവർ വീണുപോയത്. പിന്നെ ഇതിന് അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുങ്ങിയിട്ട് അല്ലേ തിരിച്ചു വരാൻ നോക്കുകയുള്ളൂ. ഏതായാലും ഇറങ്ങി, പിന്നെ ഇയാൾ പറയുന്നതൊക്കെ ചെയ്യുക. അത് ഇത്രയുമൊക്കെ നമുക്ക് മീഡിയകളുണ്ട്, അറിവ് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും ഈ നോട്ടിരട്ടിപ്പിനൊക്കെ വീഴുന്നവരുണ്ട്. ഒരാൾ വീട്ടിൽ വന്ന് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷൊക്കെ തരിക, അത് ഞാൻ ഇരട്ടിച്ച് തരാം. എന്നാൽ ഈ മണ്ടന്മാരാലോചിക്കണ്ടേ, ഇത് ഇരട്ടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവർക്ക് തന്നെത്താനെ കയ്യിലുള്ളത് ഇരട്ടിച്ചങ്ങ് പോയാൽ മതിയല്ലോ. അതവരാലോചിക്കില്ല. ഞാനിപ്പോൾ 1000 രൂപ കൊടുത്താൽ 2000 ആയിട്ട് കിട്ടുമെന്നും പറഞ്ഞ് ഇവിടെ 1000 രൂപയും കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ദുരാഗ്രഹം മൂത്ത് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്. അതായത് ഇവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ കാണും, അതിനാവശ്യമായ ഈ പണം കാണുകയില്ല. ഇപ്പം അടുത്ത വീട്ടുകാരൻ BMW കാർ വാങ്ങിക്കുന്നു, എനിക്ക് സൈക്കിൾ പോലും വാങ്ങിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മോഹഭംഗങ്ങളുമായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഇയാൾ വൈദ്യനാണെങ്കിലും അങ്ങനെ സാരമായ വരവൊന്നും കാണത്തില്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ നിധി കിട്ടുമെന്ന് പറയുമ്പോൾ അതിലേക്ക് അങ്ങ് വീഴുന്നു. അപ്പോൾ ഇയാളുടെ ലൈംഗിക വൈകൃതം, ഇയാളൊരു സെക്സ് പെർവേർട്ടാണ്. പിന്നെ സാഡിസമുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം. ഇയാൾക്ക് സ്ത്രീകളോട് ഒടുങ്ങാത്ത പകയുണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു സ്ത്രീ ഇയാളുടെ ഇംഗിതത്തിന് വശംവദ ആയിട്ടില്ലായിരുന്നായിരിക്കാം. അങ്ങനെ ഇയാൾക്ക് ഒരുപാട് മോഹഭംഗങ്ങൾ ഉണ്ടായി കാണാം. അപ്പം അതിൻ്റെ അംഗതയിൽ നിന്നൊക്കെയാണ് ഈ സാഡിസം ഡെവലപ്പ് ചെയ്യുന്നത്. അത് പുള്ളി ഒരു ന്യായീകരണം കണ്ടെത്തുകയാണ്. പുള്ളിയുടെ സാഡിസ്റ്റിക് ഇമ്പൾസിന് ഒരു ഔട്ട്ലെറ്റ് കൊടുക്കാൻ വേണ്ടി ഈ മന്ത്രവാദം എന്നുള്ളത് ഒരു റാഷണലൈസേഷനാണ്, ന്യായീകരണമാണ്. യഥാർത്ഥത്തിൽ ഈ ഉപദ്രവം, മറ്റുള്ളവരുടെ വേദന അല്ലെങ്കിൽ അവരുടെ മരണം കണ്ടിട്ട് ഇയാൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്, ഒരു പ്രതികാരം. ഇപ്പം നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അയാൾക്ക് 2 അടി കിട്ടുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ, അവനത് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇയാൾക്ക് സ്ത്രീകളോട് ഒരു പ്രതികാര ബുദ്ധി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീയെ കൊല്ലുന്നതോ അവരെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നതോ കാണുമ്പോൾ ഇയാൾക്കൊരു റിലീഫ്, സന്തോഷം. ഷാഫി ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള കഴിവുണ്ട് അയാൾക്ക്. അപ്പോൾ അയാളെ നിധി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിങ്ങനെ ഇരിക്കുകയാണ്, അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അതായത് മനുഷ്യന് ഈ സ്വാർത്ഥത അങ്ങേയറ്റമായി കഴിയുമ്പോൾ സ്വന്തം ബന്ധുക്കളെപ്പോലും അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യും, ബലി കൊടുക്കും.